മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം അമ്പലത്തറയിൽ പഴം പച്ചക്കറി ഹോൾസെയിൽ കടയിൽ മോഷണം. SN വെജിറ്റബിൾസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. 3,60,000 രൂപ നഷ്ടമായി എന്നതാണ് പരാതി. പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ് അമ്പലത്തറ. അത് പറയാൻ കാരണം ഇന്നലെ പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു മോഷണം നടന്നിരുന്നു. പൂന്തുറ ദേവീക്ഷേത്രത്തിലെ ശാസ്താക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതൊരു SN വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹോൾസെയിൽ സ്ഥാപനം കൂടിയാണ്, ഹോൾസെയിൽ റീറ്റെയിലും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. 3,60,000 രൂപയാണ് മോഷണം പോയത്. ഇവിടെ പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരുന്ന ക്യാഷാണ് മോഷണം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ കാണുന്ന കൌണ്ടറിൽ നിന്ന് ഒരു 15,000 രൂപ മോഷ്ടിച്ചു. അകത്ത് ഓഫീസിൽ നിന്നാണ് ബാക്കി തുക മോഷണം. നമുക്കിപ്പോ ഇതിന്റെ ഉടമ ശിവൻ ചേർന്നു. എങ്ങനെയാണത് ശ്രദ്ധയപ്പെട്ടത്? പിന്നെ രാത്രി വന്നിട്ട് ഒരു 1:15 മണിയായപ്പോഴേക്കും ആ ഗേറ്റ് തുറന്നാണ്, ആ ഗേറ്റ് അടിച്ചു പൊളിച്ചാണ് അകത്ത് കയറി എടുത്തു വയ്ക്കുന്നത്. ആദ്യം നമ്മുടെ ആ കൌണ്ടറിനകത്താണ് കയറിയത്. ഞാനിരിക്കുന്ന ഓഫീസ് കൌണ്ടറിനകത്ത്. അതിനകത്തിന് ഏകദേശം ഒരു 3,40,000 രൂപയും ഈ കൌണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 15,000 രൂപയും, ഏകദേശം 3,60,000 രൂപ ഉണ്ട്. രാത്രി എപ്പോഴാണ് കട അടച്ചിട്ട് പോയത്? രാത്രി 7:30ക്കാണ് കട അടച്ചിട്ട് പോകുന്നത്. 8 മണിയാവുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട്. താമസക്കാരൊക്കെ ഇല്ലേ? ജീവനക്കാർ 5 പേരുണ്ട്, മുകളിലുണ്ട്. പക്ഷെ അവര് 1:15 മണിയായതുകൊണ്ട് അവർ അത് അറിഞ്ഞില്ല. മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് രാവിലെ 3 മണിക്ക് വണ്ടി വന്ന് ഇറങ്ങി. 1:15 മണിക്കാണോ? 1:15 മണിക്കാണ് വന്ന് തുറന്നെടുത്തേക്കുന്നത്. ഗേറ്റിന് ആദ്യം ഗേറ്റ് പൊളിച്ചു, രണ്ടാമത് വന്നിട്ട് ഓഫീസിൽ പൊളിച്ചു, ഓഫീസിന്റെ കതവ് പൊളിച്ചു. ഈ ആളുടെ മുഖം ഏകദേശം ഒരു ക്യാമറയിൽ ആ ക്യാഷ് കൌണ്ടറിലെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ പരിചയമുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അറിയാൻ പറ്റുന്ന ആളല്ല. ഒരാൾ മാത്രമേ ഉള്ളൂ CCTV? ഒരാള് തലയിൽ ഇവിടെ നിന്ന് തന്നെ ചാക്കെടുത്തിട്ട് തലമൊഴി മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് ഇവിടെ ഒരു പൂട്ട് പൊളിച്ചാണ് കള്ളന്മാർ അകത്തേക്ക് വന്നത്. 2 പേരുടെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേർ ഉണ്ടാകാമെന്ന സംശയം ഇവർ പറയുന്നത്. പൂന്തുറ പോലീസ് ഇവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗം വഴിയാണ്, ഇവിടെ ഒരു ചതുപ്പൊക്കെയാണ് ഈ ഭാഗത്ത്. ഇവിടെയും CCTV ഉണ്ട്. ഇതുവഴിയാണ് കള്ളന്മാർ വന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഇടവഴിയാണ്. ആളുണ്ടെന്നറിയാം. അവര് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനായിട്ട് അവര് തന്നെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് പൈപ്പ്. ഈ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടോ? അത് ആ സൈഡിൽ ഇരിപ്പുണ്ട്. അതായത് ഇവർ ആയുധങ്ങൾ, അതായത് ഇരുമ്പ് പൈപ്പും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ ജീവനക്കാർ ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരെങ്കിലും വന്നാൽ നേരിടാൻ ഇത്തരത്തിൽ ഇവിടെ ഒരു ഇരുമ്പ് പൈപ്പും ഒക്കെ ഈ ഭാഗത്ത് ഇവർ വച്ചിട്ടുണ്ട്. ആ വഴിയെ വന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് നടന്നു വന്ന് ഇതുവഴി വന്ന് പൂട്ടുപൊളിച്ചകത്തേക്ക് കയറുകയായിരുന്നു. ഇത് മുകളിലാണ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള താൽക്കാലിക സംവിധാനമുള്ളത്. അവർ 5 പേർ ഇവിടെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതിന് 3,60,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം വഴി കള്ളന്മാർ വന്ന് ഇവിടെ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായ 2ാം ദിവസമാണ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നത്. പൂന്തുറ ശാസ്താക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രാത്രി പഞ്ചലോക വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാർ ഇതുവഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു വന്നതും പോയതുമൊക്കെ ഇതുവഴി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു കുറച്ച് സ്ഥലം ചതുപ്പാണ്, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുവഴി വന്നു അകത്ത് കയറി മോഷ്ടിച്ചു പോയി എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും ഇവിടെ കൃത്യമായി സ്ഥലത്തിൽ പൈസ വച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകൾ. ഇന്നലെ ഇതിന്റെ ഉടമ ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം സാധാരണ വന്നില്ലെങ്കിൽ അത്രയധികം പൈസ ഇവിടെ ഉണ്ടാകേണ്ടതല്ല. അദ്ദേഹം ആ പൈസ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഓഫീസ് മുറിയിലാണ് എന്നാണ് പണം കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 3,40,000 രൂപ. മുഴുവൻ ഇവിടെ നിന്നാണ് അതെല്ലാം നമ്മൾ എടുത്തിട്ട് ഈ ഓഫീസ് റൂമിൽ എവിടെ ഇത് വെച്ചിരുന്ന ഡ്രോ ഉണ്ടോ? ഈ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പൈസയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. 3,40,000 രൂപ ഈ ഡ്രോ തുറന്ന് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് CCTV
വ്യക്തമായിരിക്കുന്നത്. ആ ഡ്രോ പോലീസ് നേരത്തെ ഇവിടെ പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായ 2ാം ദിവസവും പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. യെസ്, അതാണ് തിരുവനന്തപുരത്തെ ഒരു മോഷണം. രാവിലെ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. എന്തായാലും കളിയിക്കവിള സംഭവത്തിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു കടയിലെ മോഷണം വാർത്ത കൂടി തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.